മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അഭിമുഖത്തിന്റെ പേരിൽ മോഹൻലാലിനെ വിമർശിച്ച അഖിൽ മാരാർ കയ്യടിക്ക് വേണ്ടിയാണോ, അതോ ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണം നൽകിയതിന്റെ പേരിലാണോ, അതോ മഹാത്മാ പിണറായി വിജയനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണോ അങ്ങ് ഈ അഭിമുഖത്തിന് തയ്യാറായതെന്നാണ് അഖിൽ മാരാർ മോഹൻലാലിനോട് ചോദിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അഖിൽ മാരാറിന്റെ വിമർശനം. ലാലേട്ടൻ പ്രൊമോട്ട് ചെയ്തോളൂ, വിലയിരുത്താൻ കേരളത്തിൽ ധാരാളം അശ്വന്ത് ഗോകുമാറുണ്ട്, അവർ സത്യം പറയും, ആ സത്യം കേരളം ഏറ്റെടുക്കുകയും ചെയ്യുമെന്നും അഖിൽ മാരാർ പറയുന്നു. എല്ലാ സ്നേഹത്തോടെയും ആദരവോടെയും പ്രിയപ്പെട്ട ലാലേട്ടന്, ഭാരതീയ സംസ്കാരത്തിലും ആത്മീയതയിലും വിശ്വസിക്കുന്ന അങ്ങയെ സ്വന്തം വിശ്വാസത്തിന്റെ പേരിൽ എത്രയോ തവണ ആക്ഷേപിച്ച ഒരു വിഭാഗമാണ് കേരള കമ്മികൾ. പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ഒരു ചിത്രം പങ്കുവച്ചതിന്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപങ്ങൾ അങ്ങ് കേൾക്കേണ്ടി വന്നു. പാട്ട കൊട്ടിയതിന്റെ പേരിൽ, നിലവിളക്ക് കൊളുത്തിയതിന്റെ പേരിൽ, വ്ലോഗ് എഴുതിയതിന്റെ പേരിൽ മലയാള സിനിമയിൽ നിന്ന് അങ്ങയെ ഇല്ലാതാക്കാൻ അങ്ങയുടെ പരാജയ ചിത്രങ്ങൾ ആഘോഷമാക്കി ആക്ഷേപിച്ച ഒരു വിഭാഗം ആരാണ്? അവരുടെ കൈയടിക്ക് വേണ്ടിയാണോ, അതോ ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണം നൽകിയതിന്റെ പേരിലാണോ, അതോ മഹാത്മാ പിണറായി വിജയനോടുള്ള അതിരുകവിഞ്ഞ സ്നേഹത്തിന്റെ പേരിലാണോ അങ്ങ് ഈ അഭിമുഖത്തിന് തയ്യാറായത്? വിശ്വാസിയായ അങ്ങേക്ക് ശബരിമലയിൽ ഇരുട്ടിന്റെ മറവിൽ സ്ത്രീകളെ കയറ്റാൻ കൂട്ടുനിന്ന ഒരു സർക്കാരിനെ അംഗീകരിക്കാൻ കഴിയുമോ? ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കെട്ട സർക്കാരിനെ അംഗീകരിക്കാൻ പറ്റുമോ? നിലനിൽപ്പിന് വേണ്ടി കള്ളക്കേസിൽ കുടുക്കി ഒരു തന്ത്രിയെ ജയിലിലാക്കി ഹൈന്ദവ സമൂഹത്തെ ഒന്നടങ്കം അപമാനിച്ചത് ഉൾക്കൊള്ളാൻ കഴിയുമോ? പണം കൊണ്ട് എന്തും നേടാം, പണം കൊണ്ട് എന്തും മറയ്ക്കാം. അതിന് മോഹൻലാൽ എന്ന മനുഷ്യൻ കൂട്ടുനിൽക്കരുതായിരുന്നു. അങ്ങ് വെളുപ്പിച്ച് ഇറക്കിക്കൊടുത്ത ചിരിക്കുന്ന പാവ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരള ജനതയെ കുരങ്ങ് കളിപ്പിച്ചത് അങ്ങേക്ക് അറിയില്ല. എങ്കിലും പൊതുജനത്തിനറിയാം. സർക്കാർ പണം ഉപയോഗിച്ച് കോടികൾ മുടക്കിയ സൂപ്പർ താരങ്ങളെ ഉപയോഗിച്ച് PR ചെയ്തിട്ടല്ല കരുണാകരനും നയനാരും ഉമ്മൻചാണ്ടിയും VS ഒക്കെ ജനഹൃദയങ്ങൾ കീഴടക്കിയത്. അവരുടെ പ്രവൃത്തി ഒരു ഫ്ലെക്സ് ബോർഡ് പോലും കണ്ടല്ല ജനം തിരിച്ചറിഞ്ഞത്. ജനങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നേതാവിന്റെയും നേട്ടങ്ങൾ ഓരോ ജനതയ്ക്കും അവന്റെ അനുഭവങ്ങൾ കൊണ്ടറിയാം. അങ്ങനെ അറിയുമ്പോൾ മാത്രമേ അവർ നേതാവായി മാറുകയുള്ളൂ. നിതിൻ ഗഡ്കരി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും പരസ്യ ബോർഡുകൾ ഒഴിവാക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അനാവശ്യ പ്രദർശന രാഷ്ട്രീയത്തിന് പകരം നേരിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നായിരുന്നു. ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന ഏതൊരാളും അറിയും ആരാണ് നിതിൻ ഗഡ്കരി എന്ന്. ട്രെയിൻ ഉപയോഗിക്കുന്ന ഏത് സാധാരണക്കാരനും അറിയും ആരാണ് അശ്വനി വൈഷ്ണവ് എന്ന്. എന്തായാലും ലാലേട്ടനേക്കാളും മികച്ച നടൻ കേരളത്തിലുണ്ടെന്ന് പിണറായി കാണിച്ചു തന്നു. ഉർവശിയേക്കാൾ മികച്ച നടിയാണ് താനെന്ന് ആരോഗ്യമന്ത്രിയും തെളിയിച്ചു. ഇവർ അഭിനയിച്ച പിണറായി 2.0 എന്ന സിനിമയുടെ പ്രമോഷൻ നന്നായി നടക്കുന്നുണ്ട്. ലാലേട്ടൻ പ്രൊമോട്ട് ചെയ്തോളൂ. വിലയിരുത്താൻ കേരളത്തിൽ ധാരാളം അശ്വന്ത് കൊക്കുമാറുണ്ട്, അവർ സത്യം പറയും, ആ സത്യം കേരളം ഏറ്റെടുക്കും.